ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹലോ ഗൈസ്, കുറച്ച് ലാഗാണ് സംഭവം. ഞാൻ വോയിസ് ഓവർ ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മുഖത്തിലെ ഈ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ, രാവിലെ രണ്ടും കെട്ട ഒരവസ്ഥ, മഴയും കാറ്റും. ഇപ്പം കാറ്റില്ല, കാറ്റുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മിക്സായിട്ട് ഒരു ഗിളിബിളാന്നൊരു വെതറായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കുരിശുമലയിൽ പോയ വ്ളോഗാണ്. അപ്പം ലോങ് വീഡിയോസ് നമ്മൾ ഇടണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് വിചാരിച്ചത് ഒരു ചെറിയ മിനി ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന്. അപ്പോൾ എന്തുവാ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. അടുത്തിരുന്ന ഒരു ചേച്ചിയാണ് വിളിച്ചെണീപ്പിച്ചത്. അങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടാ. ഇഞ്ചിവിളയാണ് എൻ്റെ കോളേജ്. അപ്പോൾ ഈ സംസാരിക്കണതിൽ തന്നെ കുറച്ച് ലാഗ് എന്തുവാന്ന് വെച്ചാൽ, അടുത്ത ക്ലിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം കോളേജിലെത്തി. അപ്പോൾ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് വരാനുണ്ട്. വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കോളേജിലോട്ട് പോകുന്നത്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു പെട്ടിക്കട ഉണ്ട് കേട്ടാ. ഞങ്ങളുടെ സ്ഥിരം സാധനം വാങ്ങിക്കുന്ന കടയാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ബിങ്കോ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബിങ്കോയും വാങ്ങിച്ച് അവനെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന്. അപ്പോൾ നമ്മുടെ ആശ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കോളേജിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാളെ കണ്ട് ഗൈസ്. ഞങ്ങൾ എന്താണ്ട് ഇതിനെ സെൻറ്റിപ്പീടെന്നോ മില്ലിപ്പീടെന്നോ അങ്ങനെ എന്തോ അല്ലേ പറയണത്. അപ്പോൾ ഇതിനെ കൂടെ ക്ലിപ്പെടുത്ത്, നമുക്ക് ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കൂട്ടലാണല്ലോ പരിപാടി. അങ്ങനെ എല്ലാം പണി ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു റോഡൊക്കെ. അങ്ങനെ നമ്മൾ ഫൈനലി കോളേജിലെത്തി. കോളേജൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാണാം എൻ്റെ ഫ്രണ്ട് അർജുൻ്റെ പോസ്റ്ററൊക്കെ അവിടെ വച്ചേക്കുന്ന കേട്ടാ. അവന് ഷോർട്ട് പുട്ടിൽ ഗോൾഡ് മെഡലും ഡിസ്കസ് ത്രോയ്ക്ക് ബ്രോൺസും കിട്ടി. അപ്പം കുഹാസിൻ്റെ ഇൻ്റർ കോളേജ് അത്ലറ്റ് മീറ്റിലാണ്. അപ്പം അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെൽ ഡൺ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അതേ കടയിൽ നിന്ന് ഒരു ചീസ് ബോൾസിൻ്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കവറിൽ എന്തോ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നതുകൊണ്ട് മാത്രമാണ് അത് വാങ്ങിച്ചത്. അങ്ങനെ അത് പൊളിച്ച് നോക്കി, സാധനം കയ്യിൽ കിട്ടി. പക്ഷേ അത് എന്തുവാണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ. പിന്നെ ചീസ് ബോൾസ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ ബസ് വന്നു. അങ്ങനെ ബസ് കിട്ടി. ഞാൻ നേരെ വീട്ടിലോട്ട് പോണ വഴിയിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ രാവിലെ പോയ കോലവും ഇപ്പോഴത്തെ കോലവും കണ്ടിട്ട് എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റണില്ല ഗൈസ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരു ചൂട് ചായയൊക്കെ കുടിക്കുമ്പം എല്ലാം സെറ്റാവും. അങ്ങനെ ഫൈനലി വീട് എത്തി. വീട് കണ്ടപ്പം അയ്യോ സ്വർഗം കണ്ടതുപോലത്തെ ഒരു സമാധാനം. അങ്ങനെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ വല്ലാത്തൊരാശ്വാസം. ഈ ഇരുണ്ട് കിടക്കണ ഒരു അന്തരീക്ഷമൊക്കെ ഏകദേശം ഒന്ന് മാറി. അടുത്ത് മഴ വരാനുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചായ ഇടണം. അപ്പോൾ അപ്പച്ചനും എനിക്കുമാണ് ഞാൻ ചായ ഇടുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വൈകിട്ട് ചായ കുടിക്കുകയുള്ളൂ, ഈ ടൈമിൽ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ ചായ ഇടുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും തന്നെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് തുടക്കത്തിൽ പറയാത്തതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കാര്യം ഞാൻ ഓർത്തത് തന്നെ. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കയറ്റി പറഞ്ഞത്. അപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ ഇടും. അപ്പം ചായ ഇപ്പം ചായ തിളച്ച്. അപ്പം ഞാൻ ഇങ്ങനെ ചായ തിളയ്ക്കുന്ന ടൈമിൽ അതിനിങ്ങനെ തിളപ്പിച്ചും താഴ്ത്തിയും ഇങ്ങനെ കളിക്കും കേട്ടാ. അങ്ങനെ ചായയൊക്കെ ഇട്ട് അപ്പച്ചനും എനിക്കും, ഇത് അപ്പച്ചൻ്റെ ചായയാണ്, അപ്പം അപ്പച്ചനും എനിക്കും ചായയൊക്കെ ഇട്ട് വെച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കൊച്ചു മിനി വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ സംഭവം, ഷോർട്സിൻ്റെ ഫീൽഡിൽ കോമഡിയും റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇനിയും വീഡിയോസ് ആയിട്ട് വരും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.